എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവരും ഹാപ്പിയും ഹെൽത്തി ആണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ അടിപൊളിയായിരിക്കുന്നു. എന്റെ ഈ ട്രഡീഷണൽ വേഷം കണ്ട് ആരും ഞെട്ടരുത്. ഫാമിലി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു പൊട്ട് ചാലഞ്ച് വീഡിയോ ചെയ്തതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ റെഡി ആയിട്ടുള്ളത്. അപ്പൊ ആ ചാലഞ്ച് വീഡിയോ കഴിഞ്ഞപ്പോ തോന്നി ഇതേ ലുക്കിൽ തന്നെ നമ്മുടെ വ്ളോഗ് ഷൂട്ട് ചെയ്യാം. അതാണ് ഇന്ന് ഈ ലുക്കിൽ വന്നിട്ടുള്ളത്. പൊതുവേ ഞാൻ പൊട്ട് തൊടാറില്ല. അപ്പൊ പൊട്ട് ചാലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി എന്ത് ചെയ്യും. ലക്കിലേക്ക് അമ്മയുടെ പൊട്ട് കിട്ടി. അപ്പൊ ആ പൊട്ടിട്ടിട്ട് ഇന്ന് ചാലഞ്ച് വീഡിയോ ചെയ്തത്. ഇപ്പൊ ഞാനിട്ട് ഈ കോസ്റ്റ്യൂമും അമ്മയ്ക്ക് ഇവിടെ വന്നപ്പോ സ്റ്റിച്ച് ചെയ്തെന്നാണ്. ഇന്നത്തെ വ്ളോഗ് ഞാൻ 2 പാർട്സ് ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ പാർട്ട് ഇസ് എ കുക്കറി വ്ളോഗ്. സോ നമ്മൾ കിച്ചണിൽ പോയിട്ട് ഒരു ക്വിക്ക് റെസിപ്പി കാണാൻ പോവാണ്, വിച്ച് ഈസ് ഓഫ് പിസ്സ സോസ്. അപ്പോൾ പിസ്സ സോസ് ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ചു വന്നിട്ട് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വ്ളോഗ് ഇസ് എ ചിറ്റ് ചാറ്റ് സെഷൻ. അപ്പം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ദ മച്ച് അവൈറ്റഡ് പിസ്സ വ്ളോഗ് റിവ്യൂ ചെയ്യാൻ പോവാണ്. ഈ സെഷനിൽ എൻ്റെ കൂടെ പിസ്സ ഉണ്ടാക്കിയിട്ട് ഫോട്ടോസ് ഷെയർ ചെയ്ത് അവര് കുട്ടി സ്റ്റോറി ഷെയർ ചെയ്ത് ഒരു പിടി സുന്ദരീസിനെ കുറിച്ച് സംസാരിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹലോ ഗായ്സ്, പിസ്സ സോസ് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് 6 മീഡിയം സൈസ് ടൊമാറ്റോസ്. ഈ ടൊമാറ്റോസ് എടുത്ത് നന്നായി വാഷ് ചെയ്ത് ചോപ്പ് ചെയ്തെടുക്കുക. അടുത്തതായി അടുപ്പത്തൊരു ഹെവി ബോട്ടം പാൻ വെച്ചിട്ട് അതിൽ 2 ബിഗ് സ്പൂൺസ് ഓഫ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺസ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. അത് പാത്രത്തിൽ നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം 6 വെളുത്തുള്ളി, നമ്മൾ ചോപ്പ് ചെയ്ത ടൊമാറ്റോസ്, 3 റെഡ് ചില്ലി, പിന്നെ 1 ചോപ്ഡ് ഓണിയൻ, ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാൻ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 5 to 6 മിനിറ്റ്സ് അത് നമ്മൾ കുക്ക് ചെയ്യാൻ അലൗ ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ആഡിങ് ഒറിഗാനോ ആൻഡ് ബസിലിക്കം. ഒറിഗാനോ ആൻഡ് ബസിലിക്കം ആർ ദ ഇറ്റാലിയൻ ഹെർബ്സ് വി ആർ യൂസിങ്. അപ്പോൾ ലിഡ് മാറ്റിയിട്ട് ഇനി 1 സ്പൂൺ ഓഫ് ഒറിഗാനോ ആൻഡ് 1 സ്പൂൺ ഓഫ് ബസിലിക്കം ഇട്ട് കൊടുക്കുക. ഇതിട്ടതിന് ശേഷം നന്നായിട്ട് ഈ മിക്സ്ചർ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി കുക്ക് ചെയ്യുക, 2-3 മിനിറ്റ്സ്. അതിനുശേഷം അതിൽ 1 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. നമ്മുടെ ഈ മിക്സ്ചറിൽ ടൊമാറ്റോസ് ഒക്കെ വെൽ കുക്ക്ഡ് ആയിട്ടുണ്ട്, നല്ല മഷിയായി. ഈ എണ്ണ തെളിയണ ഈ സ്റ്റേജ് എത്തുമ്പോൾ അതിനകത്ത് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഹൈൻസിൻ്റെ ടൊമാറ്റോ കെച്ചപ്പാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 4 ബിഗ് ടേബിൾ സ്പൂൺസ് ഓഫ് ടൊമാറ്റോ കെച്ചപ്പാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഫ്ലെയിമിൽ നിന്ന് എടുത്തിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡിങ് കഴിഞ്ഞു. നമ്മുടെ കിഡ്ലം പിസ്സ സോസ് ഇസ് റെഡി. കണ്ടോ എന്ത് നല്ല കളറാണ്. ആൻഡ് ഇറ്റ്സ് യമ്മി ലീഷ്യസ്, വെരി ടേസ്റ്റി സോസാണ്. ഇത് ഞാൻ അടുത്തതായിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പിസ്സ സോസ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇഷ്ടമുള്ളപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിസ്സ സോസിന്റെ റെസിപ്പി നമ്മൾ കണ്ടു. ആട്ട ബേസ് പിസ്സയുടെ വ്ളോഗ് ചെയ്യണമെന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഡെഫിനറ്റ്ലി ഇൻ ടു കൺസിഡറേഷൻ ആണ്. അടുത്ത് തന്നെ ഞാൻ ആട്ട ബേസ്ഡ് പിസ്സ മേക്കിംഗ് വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് ദിസ് സെഷൻ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്റെ പിസ്സ മേക്കിംഗ് വ്ളോഗ് കണ്ട് ആരെങ്കിലും പിസ്സ ഉണ്ടാക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ എൻ്റെ ഈ പ്രതീക്ഷ തെറ്റിച്ചും കൊണ്ട് ഒരു പിടി സുന്ദരീസ് പിസ്സ ഉണ്ടാക്കി എൻ്റെ കൂടെ ഫോട്ടോസ് ഷെയർ ചെയ്തു. ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി ദാറ്റ് ദേ ഡിഡ് ദാറ്റ്. താങ്ക് യു വെരി മച്ച്. ഐ ഫീൽ മോർ റെസ്പോൺസിബിൾ നൗ. സോ ആസ് എ പാർട്ട് ഓഫ് മൈ എന്താ പറയുക കമ്മിറ്റ്മെന്റ് വിച്ച് ഐ മെയ്ഡ്, എൻ്റെ പിസ്സ വ്ളോഗിൻ്റെ എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ പിസ്സ ഫോട്ടോസ് ഷെയർ ചെയ്യുന്ന എല്ലാവരെയും ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യും. ആദ്യത്തെ സുന്ദരീസ് മൈ വല്യമ്മയുടെ പേരാണ് വാസന്തിനി ദേവി. ഞാൻ വാസല്യമ്മ എന്ന് വിളിക്കുക. വല്യമ്മ എൻ്റെ അമ്മയുടെ ചേച്ചിയാണ്. വല്യമ്മയുടെ മകനാണ് അർജുൻ. എൻ്റെ വ്ളോഗ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അവനെ ഞാൻ ഇതിന് മുന്നേ 2 വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അർജുനാണ് എനിക്ക് വാസല്യമ്മ ഉണ്ടാക്കിയ പിസ്സയുടെ ഫോട്ടോ അയച്ചെന്ന്. എന്നിട്ട് പറഞ്ഞു, ദീപ ചേച്ചി അമ്മ
പിസ്സ ഉണ്ടാക്കി വ്ളോഗ് കണ്ടിട്ട്. വല്യമ്മ ഒരു കിഡ്ലൻ കുക്കാണ്. വല്യമ്മ എന്റെ റെസിപ്പി ട്രൈ ചെയ്തു പറഞ്ഞപ്പോൾ ഞാൻ വാസ് സൂപ്പർ ഹാപ്പി. വല്യമ്മ പിസ്സ സോസും സ്വന്തം വീട്ടിലാണ് ഉണ്ടാക്കി. ഓവറോൾ വല്യമ്മസ് പിസ്സ മേക്കിംഗ് എക്സ്പീരിയൻസ് വാസ് കിഡ്ലൻ. ഐ എം വെരി ഹാപ്പി വാസല്യമ്മ that you made this pizza. Thank you very much. I love you. അടുത്ത സുന്ദരി is my ചേച്ചി. ചേച്ചിയുടെ പേരാണ് ദിവ്യ ബിജു. ചേച്ചിയും എന്റെയും മെയിൻ ക്വാറന്റൈൻ ടോക്സ് ആർ അബൌട്ട് റെസിപ്പീസ്. അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്പീസ് ഷെയർ ചെയ്യുക, എന്നിട്ട് അത് ഉണ്ടാക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പണി. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എന്റെ പിസ്സ ഉണ്ടാക്കും. അപ്പൊ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ഫൈനലി ചേച്ചി പിസ്സ ഉണ്ടാക്കി. ചേച്ചി എന്നോട് പറഞ്ഞത് ചേച്ചി വീട്ടിലുണ്ടാക്കിയ പിസ്സ സോസ് കുറച്ചധികം സ്പൈസി ആയി പോയി. അതല്ലാതെ ബാക്കി ഓവറോൾ ചേച്ചീസ് പിസ്സ മേക്കിംഗ് എക്സ്പീരിയൻസ് വാസ് വെരി ഗുഡ്. ആൻഡ് ഐ എം ഹാപ്പി that you made it, ചേച്ചിക്കുട്ടി. I love you. അടുത്ത സുന്ദരീസ് ഗോപിക. ഗോപിക ഉണ്ടാക്കിയ പിസ്സയാണ്. ഗോപിക എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് മെസ്സേജ് അയച്ചത്. അപ്പൊ ഗോപിക പറഞ്ഞത്, ഹലോ ചേച്ചി, ഐ എം ഗോപിക. I made a pizza inspired by your video. I thought making a pizza was a big task. Then I happened to see your vlog and found out it was quite easy. Thank you. ഇതായിരുന്നു എൻ്റെ മെസ്സേജ്. That pizza ഉണ്ടാക്കൽ സൂപ്പർ സിമ്പിൾ. ഞാനത് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ആ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യുക, അത് മാത്രമായിരുന്നിട്ട് എൻ്റെ പിസ്സ വ്ളോഗിന്റെ ഉദ്ദേശം. Due to lockdown, I can't go out and buy things. I didn't get oregano and mozzarella cheese. I made it with normal cheese blocks. So this is a small pizza I made with homemade ingredients. The crust was little hard, but no problem. This was my first experience of making a pizza, and I'm super happy. My parents and sister loved it. Thank you so much for sharing the recipe. Lots of love to Shiv. Stay safe. Shivന് ഞാൻ lots of love pass on ചെയ്യാം. Pizza sauce ഞാൻ വേറെ യൂട്യൂബ് വീഡിയോ നോക്കിയാണ് ഉണ്ടാക്കിയത്. Thank you very much, Gopika. I was super happy when I received this message. അടുത്ത സുന്ദരി is ലെനി ചെറിയാൻ. ലെനി ഉണ്ടാക്കിയ പിസ്സയാണ്. ലെനി എനിക്ക് അയച്ച മെസ്സേജ് ആണ്. I am Lenny. I am studying in Germany. I love to eat pizza all time. Me too. Now it's quarantine time and me and my friends washed your pizza and tried to make a pizza. Thank you, Lenny Kuti. It came out really well and taste was just like the pizza I eat in nearby shops. Really superb. I tried with chicken tikka. Thank you, Chechi, for your inspiration to make a pizza. Thank you. You got the message really correct from my video that pizza making is super simple. So if you love it, please make it. എൻ്റെ റെസിപ്പി ഫോളോ ചെയ്യണമെന്നായിരുന്നില്ല എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം നിങ്ങൾ പിസ്സ ഉണ്ടാക്കിയിട്ട് ഹാപ്പി ആയിട്ട് ആ ഹാപ്പിനെസ് എൻ്റെ കൂടെ ഷെയർ ചെയ്യുക. ലെനി, താങ്ക് യു വെരി മച്ച് ഫോർ ഷെയറിംഗ് ദിസ് ഹാപ്പിനെസ് വിത്ത് മീ. യു ഓൾസോ മേക്ക് മീ വെരി ഹാപ്പി ഗേൾ. താങ്ക് യു. അടുത്ത സുന്ദരി ശരണ്യ. ശരണ്യ ഉണ്ടാക്കിയ പിസ്സയാണ്. ശരണ്യ എനിക്ക് അയച്ച മെസ്സേജ്, ഹായ്, ഐ എം ശരണ്യ ഫ്രം ട്രിവാൻഡ്രം. I did my graduation in BSc Nursing and mostly Chechi, I'm a huge fan of your vlog. Keep going. Thank you, Saranya. Happy to know that you follow my vlogs. BSc Nursing എന്ന് കേട്ടപ്പോൾ ഇപ്പോഴേക്ക് പറയാനുള്ളത്, ഈ ഒരു സമയത്ത് നഴ്സിംഗ് പ്രൊഫഷനിലുള്ള എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഇസ് സൂപ്പർ കമൻഡബിൾ. I really respect you for your profession, and I really respect all the healthcare workers and all the people around the world who are really going out of the house and working hard to make the world function normal in this hard times. നമ്മുടെ അടുത്ത സുന്ദരി is റവീഷ, and റവീഷ ഉണ്ടാക്കിയ പിസ്സയാണ്. റവീഷ എനിക്ക് അയച്ച മെസ്സേജ് ആണ്, hey, I am Ravisha from Trivandrum. Great fan of your smile. Thank you, Ravisha. Love to cook variety of foods. Oh, appo oru kidlan cook aanu already, Ravisha. The pizza I made is a veg pizza with capsicum, onion and corn as toppings and loaded with mozzarella cheese. Sounds yummy. Instead of pizza mix, I made pizza dough using maida, yeast, sugar, oil and water. Super. ഞാൻ ആട്ട വെച്ചിട്ടാണ് ട്രൈ ചെയ്തത്, പക്ഷെ മൈദ വെച്ച് ട്രൈ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. Let's see. Into it, I added scrambled egg with pizza sauce. I made 2 pizza, one in oven and the other one in tawa. Both were yummy. Thanks a lot for inspiring me to make eatsy peasy pizza. Yes, girl, this is what I wanted to convey and you also got it right. And the vlog in the main ഉദ്ദേശം was make it girls, it's super easy. എൻ്റെ റെസിപ്പി ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. നിങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കൂ, പക്ഷെ ആ ഹാപ്പിനെസ് എൻ്റെ കൂടെ ഷെയർ ചെയ്യൂ. റവീഷ, I really think you're a professional cook. The way you have described everything. And I'm super happy that you also got happiness
making a pizza and you shared it with me. That's more important. Thank you very much. നമ്മുടെ അടുത്ത സുന്ദരി is Dr. Gayatri. ഗായത്രി ഉണ്ടാക്കിയ പിzzയാണ്. ഗായത്രി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച മെസ്സേജ്. My kitchen was an unexplored area of my house. The transformation from a college student to a wife was difficult milestone. I too was not a good cook. Cooking was like a mystery and I used to stare at vegetables like fragments of jigsaw puzzle. That's funny. I will be forever grateful to all YouTubers. I will be forever grateful to all YouTubers like Deepa Chechi for helping me in that confused stage. Oh, thank you as well. One of the recipes which I wanted to try was pizza. In between my busy college schedule, I never got a chance to prepare and finally I came across a simple recipe of pizza in Tiamo's channel. Thank you. A pretty lady with a beautiful smile helped me in achieving that Bali ke Ramala goal of preparing pizza in the simplest method. Blush, blush. Thank you, Gayatri. You also got my message really correct. I really wanted to let everyone know pizza making is super simple and ഈ സമയത്ത് നമുക്ക് വാങ്ങാൻ പറ്റാത്ത സമയത്ത് ട്രൈ ചെയ്ത് നോക്കൂ, ശരിക്കും നന്നായിട്ട് വരും. ഗായത്രിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാണ്ട്, ഗായത്രി ഒരു യൂട്യൂബർ ആണ്. ഗായത്രിയുടെ യൂട്യൂബ് ചാനലിന്റെ പേരാണ് ലവ് ഇന്ത്യ ലവ്. ഇതൊക്കെ വായിച്ചപ്പോൾ ഏകദേശം നമ്മുടെ ഓൾഡ് ടൈംസ് ഓർമ്മ വന്നു. കല്യാണം കഴിച്ച സമയത്ത് ഞാനും ഒരു കിടിലം കുക്കൊന്നും ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ദിബിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഫുഡ് ഐറ്റം വാസ് പൂരി ആൻഡ് ഭാജി. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ലണ്ടനിലായിരുന്നു. ഇപ്പൊ ലണ്ടനിൽ എനിക്ക് തോന്നുന്നു ഹാർഡ്ലി വിരലിൽ എണ്ണാവുന്ന ടൈംസ് വരെ ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളൂ. എന്നും ഞങ്ങൾ പുറത്തുനിന്നാണ് കഴിക്കുക. മൂവീസ്, ഭക്ഷണം, കറങ്ങി നടക്കുക, പുറത്തുനിന്ന് കഴിക്കുക. ഞാൻ ഏറ്റവും അധികം കുക്കിംഗ് തുടങ്ങിയത് നെതർലാൻഡ്സിൽ വന്നതിന് ശേഷമാണ്. ഇവിടെ ഒരുപാട് ഫ്രണ്ട്സ് ആയി, പിന്നെ പാർട്ടീസ്, ഗെറ്റ് ടുഗെദേഴ്സ്, മീറ്റിംഗ്സ്. ആദ്യമൊക്കെ എന്താ പറയാ, വീട്ടിലൊരു പാർട്ടി വെക്കുക അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ വരെ വന്നാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ബിക്കോസ് ഒന്നിലധികം ആൾ വന്നാൽ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ടെൻഷനാണ്. പക്ഷെ എപ്പോഴും എൻ്റെ ഒരു കട്ട സപ്പോർട്ടാണ് മാംസ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഞാൻ സൂപ്പർ റിലാക്സ്ഡ് ആണ്. സോ എന്നെ ഒരു ഷെഫ് എന്നൊന്നും പറയാൻ വയ്യ, സോറി റോങ് ടേം. എന്നെ ഒരു കുക്കായിട്ട് ലൈക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിലേക്ക് ഞാൻ ഇവോൾവ് ആയി വന്നതാണ്. ഐ ഹോപ്പ് എവ്രി വൺ ഈസ് ലൈക്ക് ദാറ്റ്. എല്ലാവർക്കും അവരുടേതായ കുട്ടി സ്റ്റോറീസ് ഉണ്ട്. ആർക്കും ഇപ്പൊ ആദ്യം തന്നെ കുക്കിംഗ് അറിഞ്ഞോളന്നില്ലല്ലോ. ബട്ട് ആസ് ലോങ് ആസ് യു ക്യാൻ മേക്ക് വാട്ട് യു ലവ് ടു ഈറ്റ്, യു ആർ എ സക്സസ് ഗേൾസ്. നമ്മുടെ ഫൈനൽ സുന്ദരിയാണ് ശാലിനി. ശാലിനി ഉണ്ടാക്കിയ പിzzയാണ്. ശാലിനി എനിക്ക് അയച്ച മെസ്സേജ്: I have been a subscriber of your channel for quite some time now. Thank you, dear. And I recently came across this pizza recipe shared by you. Never knew pizza could be made this tasty at home. There you go, you get it right. The pizza turned out so well and my whole family loved it. And I'm really happy to know that they loved it. That already proves you have it in you. You're a good cook. Got so much appreciation for it. Waiting for more recipes so I can try it at home amidst this lockdown. Thank you, Shalini, for this beautiful write-up. I'm happy that pizza came out very well and your family loved it, which is more important. പുതിയതായിട്ട് എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക്, if you want a pizza making motivation or inspiration, go watch my pizza making vlog. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒരു സന്തോഷമുള്ള കാര്യം കൂടി പറയട്ടെ. എൻ്റെ പൊറോട്ട മേക്കിംഗ് വ്ളോഗ് കണ്ടിട്ട് ഒരുപാട് പേര് പൊറോട്ട ഉണ്ടാക്കാൻ ട്രൈ ചെയ്തു. പൊറോട്ട ഉണ്ടാക്കിയിട്ട് അതിൻ്റെ എന്താ പറയുക പിക്ചേഴ്സും അവരുടെ എക്സ്പീരിയൻസസും എൻ്റെ കൂടെ ഷെയർ ചെയ്തു. മോസ്റ്റ്ലി എല്ലാവർക്കും ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. അവരുടെ ഫോട്ടോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ പേഴ്സണൽ വാട്സാപ്പിലും ഞാൻ സ്റ്റോറീസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു എവ്രി വൺ. ഐ എം ഹാപ്പി ദാറ്റ് എന്താ പറയുക, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു ആൻഡ് ഇറ്റ് കെയിം ഔട്ട് വെൽ. ഒരു കുക്കറി വ്ളോഗ് ചെയ്യാൻ മാത്രം വലിയ കുക്കൊന്നുമല്ല, ബട്ട് ചില റെസിപ്പീസ് ട്രൈ ചെയ്ത് കിച്ചണിൽ നന്നായിട്ട് വരുമ്പോൾ ഒരു ഹാപ്പിനെസ്. അപ്പം ഞാൻ പൊറോട്ട വ്ളോഗ് ചെയ്തപ്പോൾ 1-2 പേര് കമൻസ് അയച്ചു, ഇതിനെയാണോ പൊറോട്ട പറയുക, ഇങ്ങനെയാണോ പൊറോട്ട ഉണ്ടാക്കുക, ഇത് ശരിയല്ല. ഞാൻ ഒരിക്കലും ഒരു പ്രൊഫഷണൽ കുക്കൊന്നുമല്ല. ഈ റെസിപ്പി എനിക്ക് നന്നായി വന്നു, ഞാൻ ഹാപ്പിയായി. അപ്പം ആ ഹാപ്പിനെസ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തു. നിങ്ങളത് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. പൊറോട്ട ഇങ്ങനെ ഉണ്ടാക്കിയാലേ നന്നാവൂ, ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാലേ നന്നാവൂ. എല്ലാവർക്കും അവരവരുടെ മെത്തേഡ് ഉണ്ട്. എൻ്റെ മെത്തേഡ് എനിക്ക് ശരിയായി തോന്നി, എനിക്ക് നന്നായി വന്നു, അത് ഞാൻ ഷെയർ ചെയ്തു. നിങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് നന്നായി വരികയാണെങ്കിൽ ട്രൈ ഇറ്റ്, നോ വറീസ്. Stay healthy, stay safe. Till we meet next time, it's bye-bye from Tiamu. Love you.